ഇപ്പോൾ നെയ്യാറ്റിൻകരയിൽ തുഷാർ ഗാന്ധിയെ തടഞ്ഞ സംഭവത്തിൽ 5 RSS BJP നേതാക്കൾ അറസ്റ്റിലായിരിക്കുകയാണ്. തടഞ്ഞു നിർത്തിയതിനും മുദ്രാവാക്യം വിളിച്ച് പ്രശ്നമുണ്ടാക്കിയതിനുമാണ് ഇപ്പോൾ കേസ്. ആ കേസിലാണ് ഇപ്പോൾ 5 BJP പ്രവർത്തകരെ, RSS പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കമലേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. കമലേഷ്, ഈ ഒരു കേസെടുത്ത് നെയ്യാറ്റിൻകര പോലീസ് സ്വമേധയായി എടുത്ത കേസിലാണ് ഇപ്പോൾ ഈ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് നടപടിക്രമങ്ങൾ, വിശദാംശങ്ങൾ? സിന്ധൂരി, കഴിഞ്ഞ ദിവസമാണ് തുഷാർ ഗാന്ധിയെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ RSS BJP പ്രവർത്തകർ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾ തടഞ്ഞു നിർത്തുകയും മുദ്രാവാക്യം വിളിച്ച് പ്രശ്നമുണ്ടാക്കുകയും ചെയ്തത്. ഇതിൽ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന ഒരു ക്യാൻസറാണ് RSS. അത് രാജ്യമാകെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു പരാമർശം നടത്തിയതിന്റെ ഭാഗമായാണ് അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തിയത്. അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയും ആക്രമിക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ഒക്കെ ഈ RSS BJP നേതാക്കൾ ഒരു ശ്രമം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഈ വിഷയത്തിൽ ഇന്നലെ തന്നെ പോലീസ് സ്വമേധയാ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഇതിൽ 5 പേർക്കെതിരെയാണ് കേസെടുത്തത്. ഈ 5 പേരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവിടുത്തെ നെയ്യാറ്റിൻകരയിലെ പ്രാദേശിക നേതാക്കളായ മഹേഷ്, കൃഷ്ണകുമാർ, ഹരികുമാർ, സൂരജ്, അനൂപ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഇവർക്കെതിരെ, അതായത് ഈ തടഞ്ഞു നിർത്തുക, അതുപോലെ തന്നെ മുദ്രാവാക്യം വിളിച്ച് പ്രശ്നമുണ്ടാക്കുക തുടങ്ങിയ കുറ്റത്തിനാണ് ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നത്. ഏതായാലും ഇവരുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തി. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇത്തരത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കുന്ന നിലയിലുള്ള ഇടപെടലുകളെ ഒരു തരത്തിലും വെച്ചു പൊറുപ്പിക്കില്ല, നിയമപരമായ നടപടികൾ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതോടൊപ്പം DYFI അടക്കമുള്ള സംഘടനകൾ ഇവർക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ അല്ലെങ്കിൽ RSSനെതിരെ, RSSന്റെ ഈ നീക്കങ്ങൾക്കെതിരെ രംഗത്ത് വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ടോടെ ഈ 5 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സിന്ധൂരി, വ്യക്തമാണ് കമലേഷ്. നെയ്യാറ്റിൻകരയിൽ തുഷാർ ഗാന്ധിയെ തടഞ്ഞ സംഭവത്തിലാണ് ഇപ്പോൾ 5 RSS BJP നേതാക്കൾ അറസ്റ്റിലായിരിക്കുന്നത്. തടഞ്ഞു നിർത്തിയതിനും മുദ്രാവാക്യം വിളിച്ച് പ്രശ്നമുണ്ടാക്കിയതിനുമുള്ള ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ നെയ്യാറ്റിൻകര പോലീസിലാണ് ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായ രീതിയിലുള്ള അന്വേഷണം, മറ്റു കാര്യങ്ങളും നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.